ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഒരു ചില്ലി ചിക്കൻ്റേതാണ്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അല്പം ചിക്കൻ കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം തന്നെ സോയാ സോസ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയാ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുവാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇല്ലാതെയും നമുക്ക് ചില്ലി ചിക്കൻ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ മുട്ട ചേർത്ത് ചെയ്യുന്ന ചില്ലി ചിക്കനാണ് മുട്ട ചേർക്കാതെ ചെയ്യുന്നതിനേക്കാൾ സ്വാദ് കൂടുതൽ. അപ്പോൾ ഒരു മുട്ട മതിയാവും ഇതിന്. ആ ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ചിക്കന് ഒരു കോട്ടിങ് കിട്ടുവാനായിട്ടാണ് നമ്മൾ മൈദയും കോൺഫ്ലവറും തുല്യ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ പറ്റിയാൽ നമ്മുടെ കൈ വെച്ചോ നല്ല രീതിയിൽ ചിക്കൻ്റെ എല്ലായിടത്തും മസാല പുരണ്ട് വരുന്ന രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം, നന്നായിട്ട് മസാല പിടിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുവാൻ ആവശ്യമുള്ള അത്രയും തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ സാധാരണയായിട്ട് വെളിച്ചെണ്ണയിലാണിത് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ആവശ്യത്തിന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. അപ്പോൾ 2 വശവും നമുക്കിതുപോലെ കുക്ക് ചെയ്തിട്ട് കോരി മാറ്റി വയ്ക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ എണ്ണ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ അല്പം എടുത്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മുഴുവൻ എണ്ണ ആവശ്യമില്ല. നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്നൊരു ടൈമിൽ 8 വെളുത്തുള്ളിയും ഒപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചില്ലി ചിക്കൻ്റെ മസാല കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി കൂടുതൽ എടുക്കാവുന്നതാണ്. ഉള്ളി ഞാനിവിടെ ഒത്തിരി വലിയ ക്യൂബ്സ് ആക്കിയിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ആവശ്യത്തിനായതുകൊണ്ട് ഒരു ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഉള്ളിയിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി ഒത്തിരി അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ചില്ലി ചിക്കൻ കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാവും. ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഒരു സ്വാദൊക്കെ പോവും. അപ്പോൾ നമുക്ക് അല്പം കടിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഉള്ളി ഉണ്ടാവാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. മുഴുവൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട, ഒരല്പം അവിടെ മാറ്റി വയ്ക്കാം. നമ്മളിത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ വഴറ്റി ഒത്തിരി ടൈം വെയിറ്റ് ചെയ്ത് ചേർക്കണ്ട. ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് സോയ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ആവശ്യമാണെങ്കിൽ അവസാന ഘട്ടത്തിൽ നോക്കിയിട്ട് ടേസ്റ്റ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒത്തിരി അധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോയ സോസിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസിന് പകരം നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. റെഡ് ചില്ലി സോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കന് കുറച്ചുകൂടെ കളറ് റെഡിഷ് ആയിട്ട് കിട്ടും. അതിനാണ് നമ്മൾ റെഡ് ചില്ലി സോസ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ 2 ടീസ്പൂണോളം തന്നെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി നമ്മളിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് അവസാനം ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സാധാരണ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ചിക്കൻ ഡ്രൈ ആണ് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സോസ് ചേർത്ത് നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിത് അല്പം ഗ്രേവി പരുവത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ചിക്കൻ സ്റ്റോക്ക് ടേസ്റ്റിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് അല്പം കളർ കുറവായതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരല്പം റെഡ് ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിതിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ എരിവ് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ആദ്യമേ തന്നെ ഉള്ളി വഴറ്റുന്ന ടൈമിൽ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് ചില്ലി സോസും ചില്ലി പൗഡറും ഒക്കെ ചേർത്തതുകൊണ്ട് പച്ചമുളക് വേറെ ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അല്പം സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും ഇല്ലാതൊക്കെ നമുക്ക് ചില്ലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇല്ലയെന്ന് വെച്ച് നിങ്ങൾ ചില്ലി ഉണ്ടാക്കാതിരിക്കണ്ട. സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണെന്ന് മാത്രം. അപ്പം നമുക്കിനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായിട്ട് ആവശ്യമാണെങ്കിൽ കോൺഫ്ലവർ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. എന്നാലും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് ഒത്തിരി അധികമായിപ്പോവും. ജസ്റ്റ് ഒരു ടീസ്പൂണോളം തന്നെ എടുത്താൽ മതിയാവും. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം നമുക്ക് നമ്മുടെ ഗ്രേവി ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ അവസരത്തിൽ ആവശ്യമാണെങ്കിൽ അല്പം കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം ക്യാപ്സിക്കം കൂടി വിതറി കൊടുത്ത ശേഷം അതിനൊപ്പം തന്നെ സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടി വിതറി ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചില്ലി ചിക്കൻ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. ഹെൽത്തി ആയ ചില്ലി ചിക്കനാണ്. നമ്മളിതിൽ അജിനോമോട്ടോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ തന്നെ നല്ല ടേസ്റ്റിലുള്ളൊരു ചില്ലി ചിക്കനാണ്. നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർത്തതുകൊണ്ട് നമ്മുടെ ഗ്രേവി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം. നിങ്ങൾ പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.